ഹലോ, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എൻ എക്സാം ഡേ. സാധാരണ ഞാനിങ്ങനെ ഡെയിലി വ്ളോഗും അങ്ങനെ സംഭവമൊന്നും എടുക്കാറില്ല. ഇന്ന് എനിക്കെന്തോ എക്സാമിന് പോണതിനും തീരെ ടെൻഷൻ ഇല്ലാണ്ട് അധികം പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് പോണ എക്സാം ആയ റിലാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാം. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആദ്യമായിട്ട് ഇടുകയാണ്. അതിൻ്റെ ന്യൂനതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കാലത്ത് എനിക്ക് കുറച്ച് നേരം പഠിച്ചു. പിന്നെ ഞാൻ ബസ്സിലാണ് പോയത് കേട്ടോ. പിന്നെ നമ്മുടെ 64ാമത്തെ ദേശീയ കലോത്സവം തൃശ്ശൂർ നടക്കുമ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരിയായിട്ട് പോകാണ്ടിരുന്ന മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് എക്സാമിന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഉച്ചയ്ക്കായിരുന്നു എക്സാമും. അപ്പോൾ നമ്മുടെ റൗണ്ടിലൊക്കെ നടന്ന് പല പല വേദികളായിട്ടായിരുന്നു കേട്ടോ മത്സരങ്ങൾ നടന്നിരുന്നത്. എല്ലാ വേദികളിലും നമുക്ക് എത്താൻ പറ്റിയില്ല. 2 മണിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ അധികം നേരം അവിടെ കറങ്ങി നടക്കാൻ പറ്റില്ല, എക്സാമിന് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ 2 വേദികളിൽ കയറി പരിപാടികൾ കണ്ടു. ആദ്യം ഇങ്ങനെ ആൺകുട്ടികളുടെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെൺകുട്ടികളുടെ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഞങ്ങൾ ഫ്രണ്ട്സ് പറയാം കേട്ടോ, മറ്റേ ഉബൈദൊക്കെ ഉണ്ടാവില്ലേ, ഉബൈദ് നമ്മുടെ എൻ്റെ അക്കൗണ്ടും മൈജിയുടെ അക്കൗണ്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ വെച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള പരിപാടിയില്ലേ സംഭവം. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അങ്ങനെയുള്ള പുള്ളികളൊന്നും നമ്മുടെ അടുത്തേക്കൊന്നും വരണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളത് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അപ്പണ്ടോ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ പേരെന്താണ്, നാട് എവിടെയാണ്? ഞാൻ ഒരു മഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊരു കോണ്ടസ്റ്റ് ഉണ്ട്, റാൻഡമായിട്ട് ഇങ്ങനെ അവർ അന്ന് വിചാരിച്ച കളറിൻ്റെ ഡ്രസ്സ് ഇട്ട് വരുന്നവർ റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു വൗച്ചർ കൊടുക്കുക എന്നുള്ളത്. ഭാഗ്യവശാൽ ആ ഭാഗ്യം എക്സാമിന് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്തായാലും എന്തെങ്കിലും കിട്ടിയതിൽ സന്തോഷിക്കണ്ടേ. അപ്പോൾ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട്, അപ്പോൾ നിങ്ങളാണ് വിൽ യു ബി അവർ വിന്നർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഷുവർ ഓഫ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതായത് ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിച്ചു. ഇതായിരുന്നു കേട്ടോ സംഭവം. കല്യാൺ സാരീസിൽ പോയിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ കോളേജിലേക്ക് പോയത്. എനിക്ക് കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു കേട്ടോ എക്സാം. അങ്ങനെ എക്സാമിനെ കുറിച്ചിട്ട് പറയുക വെച്ചാൽ ഒരു ഏവറേജ് എക്സാം ആയിരുന്നു. ഇംഗ്ലീഷും കുഴപ്പമില്ല, ഒന്നും കൂടി പഠിക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ GK പിന്നെ എവിടെ നിന്നാണ് അവരിടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അത് പിന്നെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും നമ്മുടെ GK എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു GK ആയിരുന്നു. മാത്സും കുഴപ്പമില്ല, ഏവറേജ് ആയിട്ട്. അത്ര ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയാനായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറയണ പോലെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ കൺഫ്യൂസിങ് ആയിരുന്നു. കോപ്പറേഷനൊക്കെ കുറച്ച് ഇപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇട്ട കാരണം നമുക്കിപ്പോൾ 2 ഓപ്ഷൻ ഉത്തരം ആ കൺഫ്യൂഷനിലെ സ്റ്റേജിലേക്ക് ഞാൻ വീണ്ടും കടന്നു. അതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എനിക്കത് കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നിയിട്ട് കോപ്പറേഷനെ സംബന്ധിച്ചിട്ട്. എന്നാലും കുഴപ്പമില്ലാത്ത നോർമൽ, വലിയ കുഴപ്പമുള്ള പേപ്പറായിട്ട് തോന്നിയില്ല. ലോ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ലോ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണ ലോ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഡീകോഡാണ് കേട്ടോ കിട്ടിയത്. ഡീകോഡായിരുന്നു. അക്കൗണ്ടിങ്ങും തരക്കേടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചൊക്കെ അറിയാവുന്ന, പിന്നെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അക്കൗണ്ടിങ്ങിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ പ്രാവശ്യം പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല, ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറേ അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് അക്കൗണ്ടിങ്ങിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിട്ട് കുറച്ച് പ്രയാസം തോന്നി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പഠിക്കാത്തതുകൊണ്ടായിരിക്കും. ചിലത് നല്ല ഈസിയുള്ളതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.